വന്നല്ലേ വന്ന ഞാൻ പോയപ്പം പഴുത്ത് നിന്ന വഴുതനയൊക്കെ കണ്ട് പഴുത്ത് നിലത്ത് വീണു. നിങ്ങൾ മാത്രം മറന്നില്ല, നിന്റെ മറ്റൊന്നും മറന്നു പോയല്ലോ അമ്മേനെ. മറന്നില്ല. കണ്ടില്ലേ, കുഞ്ഞു ഒരു വഴുതനയാണ്, നിറയെ കായ്കൾ പിടിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ താഴെ എല്ലാം നിൽപ്പുണ്ട്, കണ്ടോ. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പറമ്പെല്ലാം കാണാനായിട്ട് വല്ലാത്തൊരു കണ്ടീഷനിൽ കിടക്കുകയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു, വെള്ളത്തിൻ്റെ ഷോർട്ടേജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ പുറകോട്ടൊക്കെ നോക്കിയാൽ കാണാം ഈ ഒരു കണ്ടീഷനാണ് ഇപ്പം എല്ലാ പറമ്പും കിടക്കുന്നത്. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നട്ടിട്ട് പോയ കുറച്ച് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ 10 ദിവസം കഴിഞ്ഞു എന്ന് പറയുമ്പം ചിലർക്ക് ആദ്യമായിട്ട് കാണുന്നവർ വിചാരിക്കുക എവിടെ പോയി, എന്താണ് ഈ 10 ദിവസം കൊണ്ട് ഉദ്ദേശിച്ചത്, എവിടെ പോയതായിരുന്നു എന്ന് വിചാരിച്ചേക്കാം. അപ്പം സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ 10 ദിവസം എവിടെയായിരുന്നു, ഞാനും എബിനുമൊക്കെ എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞേക്കാം. ഞങ്ങൾ 10 ദിവസത്തെ നാച്ചുറോപ്പതി, അതായത് യോഗ നാച്ചുറോപ്പതി സെൻറ്ററിൽ വർക്കല നമ്മൾ പോയിരിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും നമ്മുടെ ശരീരത്തെ ഒന്ന് ഉന്മേഷപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അവിടുത്തെ നമ്പരും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ. അപ്പം കാണാത്തവരൊക്കെ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇത് നാച്ചുറോപ്പതിന് തിരിച്ച് വന്ന ദിവസം ആദ്യമായിട്ട് നമ്മുടെ ഗേറ്റ് കടന്ന് വരുമ്പം തന്നെ നമ്മുടെ 2 മക്കളന്മാരുണ്ട്, നമ്മുടെ ബ്രൂണോയും ബ്രൗണി. അവരുടെ സ്നേഹം ഒന്ന് കാണാനുള്ള കാഴ്ച തന്നെയായിരുന്നു. എന്തുവാ വന്നല്ലേ വന്ന അമ്മ എളുപ്പം വാടാവിനെ. ഇങ്ങോട്ട് ഇവിടെ ഒരാള് തുടങ്ങുന്നു. അയ്യോ എന്തുണ്ട് എന്തുണ്ട് വിശേഷം? എന്തുണ്ടടാ, ഇങ്ങോട്ട് വാടാ. അയ്യോ അനുഗ്രഹം തീർന്നുണ്ടെങ്കിൽ എന്തുണ്ട് വിശേഷങ്ങൾ ഇവിടെ? ഓക്കെ മതി. പൂനാച്ചി എന്താ പറയുന്ന? പൂനാച്ചി മോയ് പപ്പ എല്ലാം തന്നില്ലയോ? നമ്മളവിടെ കിടന്നപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചിന്തിക്കുവായിരുന്നു. ഇടയ്ക്കൊക്കെ ചിന്തിക്കാൻ സമയമുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ചിന്തിക്കാനൊന്നുള്ള സമയമൊന്നുമില്ല. അപ്പം എങ്ങനെയാണ് പപ്പ ഇവിടെയൊക്കെ എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, ഇവർക്കെല്ലാം തീറ്റയൊക്കെ എങ്ങനെ കൊടുക്കുമെന്നൊക്കെ കുറേയൊക്കെ ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പപ്പ എല്ലാവരെയും നല്ല കാര്യമായിട്ടാണ് നോക്കിയത്. നമ്മുടെ ഈ കൊച്ചുങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാതെ ആഹാരമൊക്കെ നല്ല കറക്റ്റ് ഞാൻ കൊടുക്കുന്നതിനേക്കാൾ ഒരു ടൈമും കൂടെ കൂട്ടിയാണ് അച്ഛൻ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ അമ്മണിയും കൊച്ചുങ്ങളെയൊക്കെ നമുക്ക് കണ്ടാലോ, അവരൊക്കെ നല്ല ആരോഗ്യത്തോടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ കണ്ടിട്ട് ഈ പിള്ളേരൊന്നും അറിയുന്നില്ലെന്നുള്ളത്. അവർ എന്നെ കണ്ടിട്ട് ഓടുക. ഞാനും എബിനെ വിളിക്കുമ്പോൾ അവർ ഭയങ്കര കുതിച്ചുകേട്ടാണ് ഇവിടെ ചാടുന്നത്. ഇവിടെ വാടി, ഇവിടെ വരാന്. ഇത് 2 ഫോട്ടോ വാ. നോക്കട്ടെ, നമ്മളൊന്ന് നോക്കട്ടെ വളർന്നോന്ന് നോക്കട്ടെ. മോള് മാത്രം മറന്നില്ല, നിന്റെ മറ്റൊന്നും മറന്നു പോയല്ലോ അമ്മേനെ. മറന്നില്ല. ഫോട്ടോ എന്നിട്ട് വാടി കള്ളിപ്പെണ്ണുങ്ങള്. കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല ഗുണ്ടമണികളായിട്ടിരിക്കുന്നില്ല. അപ്പം ഞാൻ നട്ടിട്ട് പോയ കുറച്ച് പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ കോളിഫ്ലവർ, ക്യാബേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നിട്ടാണെങ്കിൽ 1 മണിക്കൂറോളം ഇവരുടെ അടുത്തെല്ലാം ചുറ്റി കറങ്ങിയിട്ടാണ് ഞാൻ പെരയ്ക്കകത്തോട്ട് തന്നെ കയറുന്നത്. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ എന്തായി, വെള്ളമൊന്നും ഇല്ല, ഷോർട്ടേജൊക്കെ ആണെന്ന് കേട്ടപ്പോൾ എനിക്കൊരു വലിയ പ്രയാസമായിരുന്നു. നമ്മുടെ കോളിഫ്ലവറും ക്യാബേജും ഒക്കെ കാ പിടിച്ച് വരേണ്ട സമയമായിരുന്നു. അതൊക്കെ നശിച്ചു പോയാൽ ഭയങ്കര വിഷമമല്ലേ. പക്ഷേ എങ്കിൽ കോളിഫ്ലവർ, ക്യാബേജിന് ഒന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പോൾ അവരൊന്ന് കണ്ടാലോ നമുക്ക്?
അതാണ്ട് ഞാനിപ്പോൾ എൻ്റെ കോളിഫ്ലവറിൻ്റെയും ക്യാബേജിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. കോളിഫ്ലവറാണ് കൂടുതലുള്ളത്. കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി നട്ടിട്ടുണ്ട്. അപ്പം അവരെല്ലാം കുഞ്ഞിരി പല്ലും കാട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മാതിരിയാണ്. അതിനകത്തൊക്കെ ഫ്ലവർ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഇവിടെ കലക്കി വെച്ചിരുന്നതായ നമ്മുടെ ഒരു ലാസ്റ്റ് ഒരു സ്ലറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്ലറിയൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഇപ്പം നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതുകൊണ്ട് അവർ നല്ല ആരോഗ്യത്തോടെ നിൽപ്പുണ്ട്. അവരെയൊക്കെ നമുക്ക് കണ്ടാലോ. അപ്പോൾ എന്തായാലും ഞാനില്ലെങ്കിലും ഇവിടെ എല്ലാം പച്ചക്കറികളെല്ലാം നമ്മുടെ കോളിഫ്ലവർ, ക്യാബേജൊക്കെ നട്ടിരുന്നതൊക്കെ നല്ലതുപോലെ ആരോഗ്യത്തോടുകൂടി നിൽപ്പുണ്ട് കേട്ടോ. ഇല്ല, ക്യാബേജൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ അതിനകത്ത് ഫ്ലവറൊക്കെ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നിനും ക്ഷീണമൊന്നും തട്ടിയിട്ടില്ല. എന്താണ്ട് പൂവായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇവിടെ കുറച്ചൊരു 10-25 മൂട് നമ്മളിവിടെ നട്ടിട്ടുണ്ടായിരുന്നു. എന്നും കൊണ്ടുവന്ന് വെള്ളമൊക്കെ ഒഴിക്കുമായിരുന്നു. വെള്ളത്തിനൊക്കെ ക്ഷാമമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ കോളിഫ്ലവറൊക്കെ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടോ. ഇങ്ങനെ പൂവൊക്കെ വരാൻ തുടങ്ങി. ഇത് നമ്മുടെ ബ്രൊക്കോളി. പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഇവിടെയൊക്കെ നട്ടിട്ടുണ്ട്. അതിനിടയ്ക്കൊക്കെ കരിയിലൊക്കെ വീണിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നും കുഴപ്പമൊന്നുമില്ല എല്ലാത്തിനും. ചെടിയുടെ അമ്മ ഇവിടെ ഇല്ലെങ്കിലും അച്ഛൻ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ വഴുതന കണ്ടോ, കൊല കുത്തിയാണ് ഇതിനകത്ത് പിടിക്കുന്നത്. കണ്ടില്ലേ, കുഞ്ഞു ഒരു വഴുതനയാണ്. അപ്പോൾ അതിനകത്ത് നിറയെ കായ്കൾ പിടിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ താഴെ എല്ലാം നിൽപ്പുണ്ട് കണ്ടോ. ഒരുപാട് വലിപ്പമൊന്നുമില്ല. നമ്മുടെ വഴുതന ചെടിയെ കണ്ടാൽ ഇതെല്ലാം പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് കണ്ടോ, ഇഷ്ടം പോലെ പൂവൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മളുണ്ടാക്കി വെച്ചിരുന്ന ആ സ്ലറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ഇത് നല്ലതുപോലെ അങ്ങ് വളർന്നു വരികയും നല്ലതുപോലെ കായൊക്കെ പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല വഴുതനങ്ങ, നല്ല ഹരിതയാണ് നിൽക്കുന്നത്. നല്ല അടിപൊളി വഴുതനങ്ങയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ചില ഇലയൊക്കെ പഴുപ്പൊക്കെ ബാധിച്ചിട്ടുണ്ട്. പഴുത്തതിനെയൊക്കെ നമുക്ക് നുള്ളി കളയണം. അപ്പം ഞാൻ പോയപ്പം പഴുത്ത് നിന്ന വഴുതനയൊക്കെ കണ്ട് പഴുത്ത് നിലത്ത് വീണ് കിടക്കുന്നു. പിന്നെ കുറച്ച് കോവയ്ക്കൊക്കെ ഇങ്ങനെ പിടിച്ച് അങ്ങുഞ്ഞൊക്കെ നിൽപ്പുണ്ട്. പിന്നെ മിക്കതുമൊക്കെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഉണങ്ങി പോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കിളച്ച് പറിച്ചിട്ട് ഇനി അടുത്തത് നടണം. മഴയൊന്നുമില്ല ഇവിടെ, നല്ല ചൂടാണ്. അപ്പം പോകുന്നതിന് മുമ്പ് പിടിച്ചതുകൊണ്ട് പയറെല്ലാം ഉണങ്ങി നിൽക്കുകയാണ് കണ്ടോ. നോക്കി ഇവിടെ എല്ലാം പയറുകളിങ്ങനെ ഉണങ്ങി ചെടിയും ഉണങ്ങാറായി. അന്ന് പിടിച്ച എല്ലാ പയറും ഇങ്ങനെ ഉണങ്ങിപ്പോണു. ഇതെല്ലാം വിത്തിന് മാത്രമേ കൊള്ളത്തുള്ളൂ. പിന്നെ കുറച്ച് ചീര നട്ടിട്ടുണ്ടായിരുന്നു. വലിയ വലിപ്പമൊന്നും ആയിട്ടില്ല എങ്കിലും ആയി വരുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ കുറച്ച് പച്ചച്ചീര ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ പൂത്തതും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അല്ല, അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തെടുക്കണം. റെസ്റ്റൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴും നല്ല പണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിയൊക്കെ കുലുക്കി ഇങ്ങനെ ഇനി ഇതെല്ലാം ഉടച്ച് വയ്ക്കണം. പിന്നെ അത് കുത്തണം. ഇനി ഇരട്ടി പണികളാണ് ഇനി ഇതിനകത്തുള്ളത്. നമുക്ക് എത്ര ജോലി തിരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു 5-6 ടൈപ്പ് പച്ചക്കറിയെങ്കിലും നടാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സന്തോഷം, അതേപോലെ തന്നെ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും. വിത്തുകൾ, ഗ്രോബകൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യാൻ നല്ല നല്ല വിത്തുകൾ, ഗ്രോബൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നമ്മളിപ്പം വാളംപുളിയും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.